ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വദിത്തു അന്നഹാ ഫീ ഖൽബി കുല്ലി ഇൻസാനിൻ മിൻ ഉമ്മത്തി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വദിത്തു ഞാൻ കൊതിച്ചു പോവുകയാണ്, ഞാൻ വല്ലാതെ ആഗ്രഹിക്കുകയാണ്, ഞാൻ കൊതിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ആഗ്രഹമാണ്, അത് പൂർത്തിയാക്കി കൊടുക്കേണ്ടത് ഉമ്മത്തീങ്ങളാകുന്ന നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ മക്കൾ ഒരു കാര്യം കൊതിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ എന്തെങ്കിലും ഒരു കാര്യം താല്പര്യപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ ഒരു കാര്യത്തിൽ എനിക്കത് വലിയ ഇഷ്ടമാണെന്ന് ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് പൂർത്തിയാക്കി കൊടുക്കാൻ നാം എന്തും ചെയ്യാൻ തയ്യാറായവരാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി, ഭാര്യക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി. എന്നാൽ ഇത് ഉമ്മയല്ല, ഉപ്പയല്ല, അല്ലെങ്കിൽ ഭാര്യയല്ല, മോനല്ല, അവരുടെ താല്പര്യം പൂർത്തിയാക്കി കൊടുക്കാൻ എത്രത്തോളം ഞങ്ങൾ പ്രയത്നിക്കാറുണ്ടോ അതിനേക്കാൾ കൂടുതലായി പ്രയത്നിച്ചാലല്ലാതെ നമ്മുടെ ഈമാൻ പൂർത്തിയാവൂല. പറയാം, ഉമ്മാന്റെ ഉപ്പാന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതിനേക്കാൾ കൂടുതലായി നാം പ്രയത്നിക്കേണ്ടവരാണ് ഹബീബായ തങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ. റസൂലുള്ളാഹിന്റെ ആഗ്രഹമാണ്. റസൂൽ പറയാണ്, വദിത്തു ഞാൻ കൊതിച്ചു പോവുകയാണ്, ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താ? അന്നഹാ പരിശുദ്ധമായ സൂറത്ത് യാസീൻ, അത് ഫീ ഖൽബി കുല്ലി ഇൻസാനിൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തീങ്ങളിൽ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ യാസീൻ ഉണ്ടാകണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഈ ഹദീസ് പഠിപ്പിക്കുന്നത്? പരിശുദ്ധമായ സൂറത്ത് യാസീൻ അത് ഓരോരുത്തരുടെ ഖൽബിലും കാണാതെ ഉണ്ടാകേണ്ട ഒരു സൂറത്താണ് എന്നതാണ്. ഓരോരുത്തരും കാണാതെ പഠിക്കേണ്ട സൂറത്താണ്. ഖൽബിലുണ്ടാകണമെങ്കിൽ, എപ്പോഴും ഖൽബിലുണ്ടാകണമെങ്കിൽ അതിന്റെ ഹിഫ്ള് നമ്മുടെ ഉള്ളിലുണ്ടാകും. സൂറത്ത് യാസീൻ നമ്മുടെ സദസ്സിൽ പല ആളുകളും കാണാതെ അറിയുന്നവരാണ്. അത് പഠിക്കണം, നമ്മുടെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. വടികൊണ്ട് അടിച്ചിട്ട് അങ്ങനെ പഠിപ്പിക്കാനല്ല, സ്നേഹത്തോടെ വാത്സല്യത്തോടെ പരിശുദ്ധമായ സൂറത്ത് യാസീനിന്റെ മഹത്വങ്ങൾ അത് പഠിപ്പിച്ച് ഓരോ ദിവസവും നമ്മുടെ മക്കളെ കൊണ്ട് ഇങ്ങനെ ഓദിച്ചാൽ നമുക്കേം കൊണ്ട് പഠിച്ചാൽ നമ്മുടെ ഉമ്മമാരുടെ ആ ഒരു പരിശ്രമമാണ്. എപ്പോഴും ഇങ്ങനെ നമ്മുടെ വീടുകളിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഖുർആൻ കൈ പിടിച്ച് ചോദിക്കും. അങ്ങനെ ഇങ്ങനെ നിരന്തരമായി ഒരു സൂറത്ത് ഇങ്ങനെ പതിവായി ഓതുമ്പോ അത് നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ ബൈഹാർട്ടായിട്ട് വരും. അങ്ങനെയാണ് പണ്ട് കാലത്തുള്ള ആളുകളൊക്കെയും യാസീന പഠിച്ചതും റഹ്മാൻ പഠിച്ചതും വാഖിയ പഠിച്ചതും അങ്ങനെയാണ്. നിരന്തരം ഇങ്ങനെ ഓതുമ്പോ എപ്പോഴും ഓതുമ്പോ പണ്ട് ഞങ്ങൾ പഠിച്ച ഫാത്തിഹയാണ്. ആ ഫാത്തിഹ ഇന്നവരെ ഞങ്ങൾ മറന്നിട്ടുണ്ടോ? ഇല്ല. എന്റെ കാരണം അത് പതിവായി ദിവസത്തിൽ 17 തവണ ഓതാണ്. അതിനെ പിന്നെ പുതിയതായി ഒന്ന് പഠിക്കേണ്ട ആവശ്യം മറന്നിട്ടില്ല. അത് എപ്പോഴും ഇങ്ങനെ ഓർന്നത് കൊണ്ട് ആ സൂറത്ത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ബാക്കിയാണ്. ഇത് നമ്മുടെ മക്കൾക്ക് എവിടെയുണ്ട് അവസരം? രാഷ്ട്രീയതാനുള്ള അവസരമുണ്ട്. എവിടെയുണ്ട്? ഒരു സദസ്സിന് നമ്മുടെ മക്കളെ കാണുന്നുണ്ട്. ഏതെങ്കിലും ഒരു മൗലിദ് സദസ്സിലോ, അല്ലെങ്കിൽ ഒരു ആണ്ട് സദസ്സിലോ, അല്ലെങ്കിൽ ഒരു മജ്‌ലിസിനോ, അല്ലെങ്കിൽ സ്വലാത്ത് മജ്‌ലിസോ നടക്കുന്ന സദസ്സിൽ നമ്മുടെ മക്കളില്ല. യാസീൻ ഓതുന്നത് കേൾക്കാനുള്ള ഒരു അവസരം പോലും നമ്മുടെ മക്കൾക്ക് ഇന്ന് നഷ്ടപ്പെട്ടു പോവാൻ. ഉപ്പമാരാകുന്ന, രക്ഷിതാക്കളാകുന്ന ഞങ്ങൾ അതിനെ ഒരു കെയർ ചെയ്യുന്നില്ല. ഈ മക്കളാണ് എന്റെ അടുത്ത തലമുറയിൽ നമ്മളെ നിയന്ത്രിക്കാനുള്ള മക്കളായി വരും. ഈ പ്രയാസമാണ്. വലിയ വലിയ മുതിർന്ന ക്ലാസ്സുകളിലുള്ള മക്കളോട് പോലും ഇപ്പൊ നമ്മുടെ സമസ്തയുടെ മദ്രസ എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിൽ യാസീൻ കാണാതെ പഠിക്കുന്ന ക്ലാസ്സാണ്. 5ാം ക്ലാസ്സിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഓരോ മാസത്തിലും ഇത്തരം ആയത്തുകൾ എന്ന് പറഞ്ഞ സിലബസ്. അപ്പൊ 5ാം ക്ലാസ് തീരുമ്പോ സൂറത്ത് യാസീൻ കാണാതെ പഠിക്കണം. അങ്ങനെയാണ് സിലബസുകൾ. മുതിർന്ന ക്ലാസ്സിൽ കുട്ടികളോട് ചോദിക്കുമ്പോ യാസീൻ കാണാതെ അറിയില്ല. ഞാൻ പല ആരുടെ സാധനം പകുതി തെറ്റുന്നുണ്ടെന്ന്. എന്താണ് തെറ്റാൻ കാരണം? എങ്ങനെയാണ് അങ്ങനെ പഠിക്കാതിരിക്കാൻ കാരണം? നമ്മുടെ മക്കൾക്ക് അതിന്റെ അവസരമില്ല. മക്കള് ഖുർആൻ കുറെ ഓതുന്ന പരിപാടി ഒന്നുമില്ല. പെൺമക്കളാണ് ചിലപ്പോൾ ഓടും, ഒരെണ്ണം ഇവിടെ തോട്ടും. ആൺമക്കൾ എന്ന് പറഞ്ഞാൽ അതിനോട് അവസരമില്ല. ഉപ്പമാര് പറയലുമില്ല, ഉമ്മമാര് പറയലില്ല. അങ്ങനത്തെ ഒരു യാസീൻ ഓതുന്ന ഒരു സദസ്സ് എവിടെ ഉണ്ടായാൽ ആ മക്കൾക്ക് അവസാനം ഒരു ബാറ്റിങ്ങിന് മാത്രം അല്ലെ, അവസാനം തിന്നാനാകുന്ന സമയത്ത് നമ്മുടെ മക്കൾ വരും. പകുതി ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് യാസീൻ മുഴുവനുമായിട്ട് നമ്മുടെ മക്കളുടെ ഖൽബിൽ നിന്ന് ഇല്ലാതെയാവുന്ന ഒരു സാഹചര്യമാണ്. പേടിപ്പിച്ചിട്ട് പഠിപ്പിക്കാൻ പറ്റുമോ? പഠിപ്പിക്കാൻ പറ്റുമോ? എന്റെ ഇടയ്ക്ക് ഞാൻ സദസ്സിൽ നമ്മുടെ മക്കളെ കുറച്ച് നേരം പേടിപ്പിച്ചല്ല, അവരിങ്ങനെ എന്തോ ഓതരില്ല, സലാത്തി എല്ലറില്ല, അതിങ്ങനെ പറഞ്ഞിട്ടാകുമ്പോ ഒരാളുകൾക്ക് അത് ദഹിച്ചിട്ടാന്ന് നിങ്ങളുടെ വേറെ ഒരാൾ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞത് കുടിച്ചിട്ട് ഒരാൾക്ക് മക്കളങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. മക്കൾ പറഞ്ഞെന്താ? ഉറക്കെ ഓതണോ? ഓതില്ലെങ്കിലും ഫ്രണ്ട് ഇരിക്കേണ്ട എവിടെയെങ്കിലും സീറ്റിൽ ഇരുന്നാൽ മതിയോ? കാരണം നമുക്ക് ഇങ്ങനെ ചുള്ളാക്കാൻ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും. നമ്മുടെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഓതുമ്പോ നമുക്ക് ഒരു ആത്മാർത്ഥത ഉണ്ട്, അത് നഷ്ടപ്പെടുന്നു. അത് പറഞ്ഞത് അറിയിട്ടില്ലാതോ? എന്തൊരവസ്ഥയാണ്.
ഇന്നത്തെ അവസ്ഥ മക്കള് അടിച്ചു പഠിപ്പിക്കാൻ പണ്ടത്തെ ഉപ്പമാരെല്ലാം ഒരു മദ്രസയിൽ മക്കളെ കൊണ്ടുവന്ന് ചേർക്കുമ്പോ ഉസ്താദിന്റെ കയ്യിൽ കൂടുതൽ പറയുന്നത് ഉസ്താദ് പൊടിയാക്കിയാൽ പ്രശ്നമില്ല, മോൻ പഠിച്ചാൽ മതി. അല്ലെ, പണ്ടത്തെ അടിയാണ്ടായിരുന്നു. അടിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദന്മാരുടെ കയ്യിൽ ഉപ്പമാരെ ഏൽപ്പിക്കുന്ന കാലം നമ്മുടെ കാലം. അന്ന് അടിച്ചാലേ പഠിക്കും. അന്ന് അടി കൊണ്ട് ആ പടിയുടെ പഠിപ്പിന്റെ ഒരു ഇതാണ് ഇന്നിപ്പോ ഞമ്മള് കാണുന്നത്. നമ്മുടെ നിസ്കാരാണെങ്കിലും നമ്മുടെ ഖുർആനാണെങ്കിലും നമ്മുടെ ആ ഒരു അതവിന്റെ ജീവിതം അന്ന് ദിനാനല്ല. കണ്ണുകളുണ്ടാക്കി നോക്കാൻ പാടില്ല, അവരെ പേടിപ്പിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള അവസ്ഥയാണ് അല്ലെ. ഇതിനെങ്ങനെയാ മക്കളെ പേടിപ്പിക്കാൻ പാടില്ല, അവരെങ്ങനെ നോക്കാൻ പാടില്ല. ആ രൂപത്തിൽ അതുപോലെ പറഞ്ഞത് ഒരാളുകൾക്ക് പിടിച്ചില്ലാന്നു. ഇതാണ് നമ്മുടെ മക്കളുടെ പരാജയത്തിന്റെ അടയാളം. മക്കളോട് ഫ്രീഡം ആയി അന്നൊക്കെ പറഞ്ഞ് കോഴിക്കോട് ഉമ്മാനെ വന്നു, ഇങ്ങനെ അപ്പുറത്ത് ഉമ്മാനെ വന്നു. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച എന്തായി നമ്മുടെ കാസർഗോഡ് ഉപ്പുറത്ത്, അല്ലെ, കാസർഗോഡ് ഉപ്പുറത്ത് വെച്ച് ഒരു ഉമ്മാന്റെ കാറ്റി കൊണ്ട് കുത്തിയിട്ട് ആ ഉമ്മാനെ അവസ്ഥ പറയണ്ട, മക്കളെ വേണ്ട. ആ പറയാത്തതുകൊണ്ടാ നടക്കുന്നത്. റസൂലിന്റെ ജീവിതം അറിയും. റസൂലിനെ എപ്പോഴും ഇങ്ങനെ പുഞ്ചിരിച്ചാൽ നടന്നാണെന്നല്ല. അധികം നോക്കിയാൽ കാണാം റസൂലിന്റെ ദേഷ്യപ്പെട്ട അവസരങ്ങളുണ്ട്. റസൂലിന്റെ ദേഷ്യം വന്നിട്ട് അവിടുത്തെ മുഖത്തിന്റെ വർണ്ണങ്ങൾ പോലും മാറിയ അവസരങ്ങളുണ്ട്. അന്നത്തെ കാലത്ത് ഞമ്മ പറയട്ടെ, എന്തിപ്പോ ഈ ഇത്ര പേര് ആള് ദേഷ്യപ്പെടുന്നുണ്ട്, ഇന്ന് പറയുന്ന ആൾ അന്നും പറയട്ടെ എന്ന് ദീനി പറയുമ്പോ മക്കളോട് അതവ് പഠിപ്പിക്കുമ്പോ അതിനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ റസൂലുള്ളാഹിന്റെ കാലത്തിലും പറയുമായിരുന്നു. നമ്മളുണ്ടെങ്കിൽ റസൂലുള്ളാഹി എപ്പോഴെങ്കിലും ചിരിച്ചിട്ട് ദീനി പറഞ്ഞാലല്ല. ചില സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി ദേഷ്യപ്പെട്ടിരുന്നു. ചില സന്ദർഭങ്ങളിൽ ദേഷ്യം മാത്രമല്ല, റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്തിന്റെ ഛായ പോലും മാറിയിരുന്നു. എന്തിനാ ഇവിടെ ഇസ്ലാം ഖിസാസുകൾ നടപ്പിലാക്കി കൊന്നവനെ കൊല്ലണം, കട്ടവന്റെ കൈവെട്ടണോ? എന്തെങ്കിലും പറയട്ടെ, എന്ത് പേര് കൊന്നവനെ കൊല്ലുന്നത്, കട്ടവന്റെ കൈവെട്ടേണ്ടതാണ്. എന്തിനൊക്കെ ഇസ്ലാം കൊണ്ടുവന്നു? ആരെങ്കിലും ഇവിടെ എല്ലാവരും കൊണ്ടു തീർക്കാനല്ല, എല്ലാവരും ഇവിടെ ബാക്കിയാക്കാനാണ്. ആരും കക്കാതിരിക്കാനാണ് കട്ടവന്റെ കൈവെട്ടാൻ വേണ്ടി ഇസ്ലാം പറഞ്ഞത്. കൊന്നവന്റെ തല എടുക്കണോ? ഇസ്ലാം പറഞ്ഞില്ല. എല്ലാരും കൊന്നു തീർക്കാനാണോ? അല്ല. ആ നിയമം ഇവിടെ ഉണ്ടായാൽ പിന്നെ ആരും കൊല്ലാൻ നിൽക്കൂല, ആരും ഇവിടെ ലഹരിക്ക് അടിമപ്പെടൂല. കണ്ടുപിടിച്ചവൻ ഇസ്ലാമിന്റെ കോടതിയിൽ എന്താ ശിക്ഷ? അടിക്കണോ? ചാട്ടമാരോട് അടിക്കണോ? ഇങ്ങനെ അടിച്ചാൽ പിന്നെ ആരും ഇവിടെ കുടിക്കാൻ നിൽക്കോ? അതെല്ലാം പോയി. ആ നിയമം പോയത് പോലെ അത് പറയാൻ പോലും പറ്റൂല. അങ്ങനെയുള്ള ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഇത് നമ്മുടെ മക്കൾ ഇങ്ങനെ ആയിരുന്നു. യാസീൻ ആരും പറയില്ല, അത് പഠിക്കണമെന്നോ താല്പര്യമില്ല. മക്കൾക്കില്ല, മക്കളൊപ്പം അതിനേക്കാൾ കൂടുതലില്ല. അതുകൊണ്ട് നമ്മുടെ മക്കൾ ഇങ്ങനൊക്കെ ആവാം. റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം, എന്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ കൊതി എന്തറിയോ? വദിത്തോന്ന റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ കൊതിച്ചു പോവുകയാ. എന്റെ ഉമ്മത്തിൽപ്പെട്ട ഓരോരുത്തരുടെയും ഖൽബിന്റെ ഉള്ളിൽ സൂറത്ത് യാസീൻ ഉണ്ടാകണം. എന്റെ കാരണം യാസീൻ ഉണ്ടായാൽ അതുകൊണ്ട് ദുനിയാവിന് നേട്ടമുണ്ട്, ആഖിറത്തിന് നേട്ടമുണ്ട്. അപ്പൊ അതുകൊണ്ട് പറയുന്നത് സദസ്സിലൂടെ മക്കളല്ല, ഇവിടെ മക്കൾ ചിലപ്പോ യാസീൻ അറിയുന്നവരായിരിക്കും, പഠിക്കുന്നവരായിരിക്കും, മദീനയിൽ ഇരിക്കുന്നവരായിരിക്കും, ശബ്ദം കേൾക്കുന്ന ആളുകൾ. ഇവിടെ മക്കൾക്ക് ആ രൂപത്തിലുള്ള ഒരു പ്രോത്സാഹനം ഇപ്പൊ കൊടുക്കണം. ഏതെങ്കിലും മോലിന്റെ ആരെങ്കിലും വിളിച്ചാൽ അവസാനമായിട്ട് അയക്കലല്ല, തുടക്കത്തിൽ തന്നെ ആ സലാത്ത് ചെല്ല. എത്ര ആളുകളുണ്ട് മക്കോസം വലിയ കാണാതറിയുന്ന ആളുകൾ. നമ്മുടെ എന്ന് പറയുമ്പോ സദസ്സിലൂടെ എത്രയോ നല്ലവരാകുമ്പോൾ ഒന്നിച്ചിങ്ങനെ പാടാം. എങ്ങനെ പഠിച്ചു? അത് പണ്ട് ആ സദസ്സിലിരുന്ന് ഉസ്താദുമാർ ഓതുന്നത് അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾ ഓതുന്നത് അത് കേട്ടതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഒന്നിച്ച് പാടുന്നു. അത് കേൾക്കാനുള്ള അവസരമില്ല, കാരണം നമ്മുടെ മക്കൾ പങ്കെടുക്കാറില്ല, മൗലിദിലില്ല, സദസ്സിലില്ല, മജ്‌ലിസുകളിലില്ല, സലാത്തിലില്ല, ഒന്നുമില്ല. ആ രൂപത്തിലുള്ള ഒരു തലമുറയായി ഇന്ന് നമ്മുടെ മക്കൾ ഇങ്ങനെ വളർന്നു വരാം. പിന്നെ വാദം പറഞ്ഞിട്ടോ അവരെ പേടിപ്പിച്ചിട്ട് കാര്യമില്ല. പേടിപ്പിച്ചാൽ റിയാക്ഷൻ ഉണ്ടാവും. പണ്ട് നമ്മളൊക്കെ പടി കൊണ്ടടിച്ചതായിരിക്കും, ഇപ്പൊ മക്കളെ പടി കൊണ്ടല്ല, കിട്ടുന്ന ആയുധം പിടിച്ചിട്ട് അടിക്കണം. കത്തിയോ തലവാരോ കൊട്ടോ പിക്കാസോ എന്ത് കയ്യിൽ കിട്ടി അതുകൊണ്ട് അടിക്കേണ്ട കാലം. കാരണം നമ്മുടെ നിയന്ത്രണം വിട്ടുപോയതാണ്. നിയന്ത്രിക്കേണ്ട കാലം, പഠിപ്പിക്കേണ്ട കാലം, മനസ്സിലാക്കി കൊടുക്കേണ്ട കാലം നമ്മുടെ മക്കളെ നാം വിട്ടപ്പോ പിന്നെ ഒരു കാലത്ത് ഞങ്ങൾ ദുഃഖിക്കേണ്ടി വരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സൂറത്ത് യാസീൻ അത് നമുക്കും നമ്മുടെ മക്കൾക്കും അടുത്ത തലമുറകൾക്ക് മുഴുവൻ മറന്നു പോകാത്ത രൂപത്തിൽ പടച്ചവനെ ധാരാളമായി ഓതാനും ചെയ്യാൻ അല്ലാഹു ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാഹു ഭാഗ്യം തരണേ റഹ്മാൻ. അല്ലാഹു മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ കണ്ണ് നീ കുറുമയാക്കണേ. അല്ലാഹു ഓരോ ഉമ്മമാരുടെ ഏറ്റവും വലിയ ആഗ്രഹം മക്കളെ കൊണ്ട് ഇസ്സത്ത് ഉണ്ടാകണം, മക്കളെ കൊണ്ട് സന്തോഷമുണ്ടാകണം എന്നതാണ് പടച്ചവൻ. ചിലപ്പോ അറിഞ്ഞോ അറിയാതെ കൂടുതലായി വാത്സല്യങ്ങൾ അങ്ങോട്ട് മക്കൾക്ക് നൽകിയപ്പോ ആ വാത്സല്യം ആ സ്നേഹം നമുക്ക് പിന്നെ ശാപമായി മാറാനുണ്ട്. എത്രയോ ഉമ്മമാരുടെ ദുഃഖകരമായ ജീവിതം ഇന്നും ഞങ്ങൾ കാണാനുണ്ട് പടച്ചോനെ.
ആ രൂപത്തിലായി നമ്മുടെ മക്കളെ നീ ആക്കല്ലേ അല്ലാ, നീ ആക്കല്ലേ റബ്ബേ. ദീൻ എന്താണ്, ഖുർആൻ എന്താണ്, ഇബാദത്ത് എന്താണ്, ഹബീബ് എന്താണ്, മഹാന്മാർ എന്താണ്, അതൊക്കെയും മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു ചുറ്റുപാട് ഞങ്ങൾക്ക് നമ്മുടെ മക്കൾക്കും നീ ഉണ്ടാക്കി തരണേ അല്ലാ. പടച്ചവനെ, മക്കളില്ലാത്തതിന്റെ പേരിൽ ബേജാറായ ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഹൈറായ മക്കളെ നീ നൽകണേ അല്ലാ, നീ നൽകണേ റബ്ബേ. നമ്മുടെ മക്കൾ നീ വലിയ ദീനിന്റെ ഹാദിമീങ്ങളായി വളർത്തണേ അല്ലാ, ആലിമീങ്ങളാക്കണേ അല്ലാ, ഹാഫിദീങ്ങളാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ മരിച്ചുപോയാൽ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നമ്മുടെ ഖബറിനെ പരിചയപ്പെടുത്തുവാൻ, നമ്മുടെ ഖബർ കാണുമ്പോൾ പരിചയമുള്ള മക്കളായി സലാം പറഞ്ഞ് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി ഹദിയ ചെയ്യുന്ന മക്കളായി നമ്മുടെ മക്കളെ നീ വളർത്തണേ അല്ലാ. പടച്ചവനെ, മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അവരുടെ ഖബർ ജീവിതം നീ നല്ല റാഹത്തുള്ള സന്തോഷമുള്ള ജീവിതമാക്കണേ അല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ.